കെ.എസ്.ആർ.ടി.സി ബസ്സിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് നടുറോഡിൽ മേയർ ഡ്രൈവർ പോര്. കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി. മേയറുടെ പരാതിയിൽ ഡ്രൈവർ യദുവിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി പെരുമാറിയെന്നും കാണിച്ച് കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും പോലീസിന് പരാതി നൽകി. ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. അഷിൻ ഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷിൻ ഡിയാഗോ, ഇതിൽ ആരാണ് പ്രശ്നം തുടങ്ങിയത്? എത്ര നേരം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇവർ തമ്മിലുള്ള തർക്കത്തിനിടെ? സുജിയ, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി 10:30 പട്ടത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. മേയറുടെ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നൊരു ആരോപണത്താലാണ് ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറെ തടയുകയും ബസിന്റെ ട്രിപ്പ് മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഇരുപക്ഷത്തും രണ്ട് വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഈ ബസ് ഇടതുവശത്തുകൂടി വാഹനത്തിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പലവട്ടം ഇത്തരത്തിൽ സംഭവം ഉണ്ടായി. അതുകൊണ്ടാണ് തടഞ്ഞത്. ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം ആവർത്തിക്കരുത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് വാഹനം തടഞ്ഞത് എന്നാണ് മേയറുടെ ഒരു വാദം. ഈ മേയർക്കൊപ്പം ഈ കാറിൽ 4-5 പേരുണ്ടായിരുന്നു. അതിൽ മേയറുടെ ഭർത്താവ് കൂടിയായ സച്ചിൻ MLA-യും ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി കെ.എസ്.ആർ.ടി.സി ബസ്സിന് മുന്നിൽ കുറുകിലായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. സീബ്ര ക്രോസിംഗ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ലൈനിൽ വണ്ടി കുറുകെ നിർത്തിയാണ് കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറെ ഇവർ തടയുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള വാക്കേറ്റവും ചെറിയ രീതിയിലുള്ള വാക്കേറ്റവും ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. രാത്രി 10:30 സംഭവം ഉണ്ടാകുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ് ഇത്തരത്തിൽ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്തു എന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. പക്ഷേ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ആയിട്ടുള്ള യദു പറയുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ യദു പറയുന്നത് തന്നോട് മോശമായി പെരുമാറി, മാത്രമല്ല ബസിന്റെ ട്രിപ്പ് മുടക്കിയെന്നും യദു പറയുന്നു. പക്ഷേ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്കെതിരെയാണ്. അതും മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലാണ് ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇന്ന് രാവിലെയോടുകൂടി 9:15 ഇദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡ്രൈവർ മേയർക്കെതിരെ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സുജിയ, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പരാതിയിൽ കേസെടുക്കാത്തത് എന്ന് പോലീസാണ് വിശദീകരിക്കേണ്ടത്. മാത്രമല്ല, ഡ്രൈവർ നൽകിയ ഈ കേസിനോട് എന്താണ് ഗതാഗത മന്ത്രിക്ക് പറയാനുള്ളത് എന്നും അറിയേണ്ടിയിരിക്കുന്നു. നടുറോഡിലാണ് മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ പോരുണ്ടായത്, അതും രാത്രി 10:30.